Hi dear students, welcome to the YouTube channel Learn with Jipin. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ പോപ്പുലേഷൻ ജെനറ്റിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എവല്യൂഷണറി ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിലെ ഒരു ചെറിയൊരു കുഞ്ഞു ടോപ്പിക്കാണ് ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം. നമ്മൾ എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടാവും. നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കണ്ടുവരുന്ന ടോപ്പിക്കാണ്. ഒട്ടുമിക്ക കുട്ടികളും ഈ ഒരു ടോപ്പിക് ബൈഹാർട്ട് പഠിച്ചത് കാരണം അവർക്ക് എൻട്രൻസ് എക്സാമിനേഷൻസിന് കാണപ്പെടുന്ന പല ക്വസ്റ്റ്യൻസുകളും കോൺസെപ്ഷ്യൽ ലെവലിൽ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസുകളും ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹാർഡി-വീൻബർഗ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് അതിന്റെ യഥാർത്ഥ കോൺസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഹാർഡി-വീൻബർഗ് പ്രിൻസിപ്പിൾ അത് പ്രപ്പോസ് ചെയ്തത് GH ഹാർഡിയും അതേപോലെ തന്നെ W വീൻബർഗും ആണ്. GH ഹാർഡി എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യൻ ആണ്. അതേപോലെ W വീൻബർഗ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ഫിസിഷ്യൻ ആണ്. ഇവരാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ബോർഡിൽ കാണാൻ പറ്റും ഡെഫിനിഷൻ എന്താണെന്ന്. ദി ടോട്ടൽ അല്ലീലിക് ഫ്രീക്വൻസി ആൻഡ് ജീനോടൈപ്പിക് ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ from generation after generation is always a constant without any evolutionary consequences. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പോപ്പുലേഷനിൽ എന്താ മക്കളെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാല് ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ആണ്. അവർ പരസ്പരം മീറ്റിംഗിൽ ഏർപ്പെടാൻ പറ്റും. അങ്ങനെ ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്പീഷീസിനെ നമ്മൾ പറയുന്ന പേരാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ പോപ്പുലേഷനിൽ ഒരു കൂട്ടം ആളുകളിൽ അവരുടെ തലമുറകൾ എത്ര കഴിഞ്ഞാലും, അതാണ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ, തലമുറകൾ ആ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ എത്ര കഴിഞ്ഞാലും അവരുടെ അല്ലീലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ജീനോടൈപ്പിക് ഫ്രീക്വൻസി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ഈ തിയറി പറയുന്നത്. എങ്ങനെയെങ്കിൽ അതാണ് ഇവിടെ പറഞ്ഞേ വിതൗട്ട് എനി പ്രസൻസ് ഓഫ് എവല്യൂഷണറി കോൺസിക്വൻസസ്, അഥവാ എവല്യൂഷണറി കോൺസിക്വൻസസ് ആയിട്ട് ഒന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ എത്ര തന്നെ തലമുറകൾ കഴിഞ്ഞാലും അതിന്റെ അല്ലീലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ജീനോടൈപ്പിക് ഫ്രീക്വൻസി എന്നുള്ളത് മാറ്റമില്ലാത്ത ഒരു കാര്യമായിരിക്കും, അഥവാ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് എവല്യൂഷണറി കോൺസിക്വൻസസ് എന്നാ. മക്കളെ, എവല്യൂഷണറി കോൺസിക്വൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവല്യൂഷനുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനെ എവല്യൂഷനിലോട്ട് നയിക്കുന്ന എന്തിനേയും നമുക്ക് എവല്യൂഷണറി കോൺസിക്വൻസസ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ എവല്യൂഷൻ നടക്കാൻ കാരണമായിട്ടുള്ള ഫാക്ടേഴ്സുകളായിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, അവിടെ ആ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഒരിക്കലും തന്നെ മ്യൂട്ടേഷൻ പാടില്ല. ആ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഒരു നിലക്കുള്ള സെലക്ഷൻ പാടില്ല. ആ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഒരു നിലക്കുള്ള മൈഗ്രേഷൻ പാടില്ല. കാരണം എന്താ മക്കളെ, ഇതൊക്കെ ആ പോപ്പുലേഷനിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടും, ഗ്രാജുവൽ ചേഞ്ചസിന് കാരണമാകും, അഥവാ എവല്യൂഷന് കാരണമാകും. അതുകൊണ്ട് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല അത് റാൻഡം മീറ്റിംഗ് നടക്കുന്ന ഒരു പോപ്പുലേഷൻ ആയിരിക്കണം. റാൻഡം മീറ്റിംഗ് പറഞ്ഞാല് സെലക്റ്റീവ് ആയിട്ടൊന്നുമല്ല മീറ്റിംഗ് നടക്കുന്നത്, റാൻഡം ആയിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ടും അവിടെ എവല്യൂഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല അവസാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഒരു പോപ്പുലേഷൻ ഒരു വലിയ പോപ്പുലേഷൻ ആയിരിക്കണം മക്കളെ, ഒരു ലാർജ് പോപ്പുലേഷൻ ആയിരിക്കണം. എങ്കിലേ അഥവാ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചാൽ ആ പോപ്പുലേഷനിൽ വളരെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ. അപ്പൊ ഈ ഒരു ഇത്തരത്തിലുള്ള എക്സെപ്ഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോൺസിക്വൻസസ് ഒന്നും തന്നെ ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ ഇതൊന്നും കാണിക്കാത്ത ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ എത്ര തന്നെയും ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ കഴിഞ്ഞാലും അതിന്റെ ആകെ തുകയായിട്ടുള്ള അല്ലീലിക് ഫ്രീക്വൻസിയുടെ ആകെത്തുകയും ജീനോടൈപ്പിക് ഫ്രീക്വൻസിയുടെ ആകെത്തുകയും എല്ലാം ഇപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് നമ്മുടെ ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം പറയുന്നത്. മക്കളെ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി. പോപ്പുലേഷൻ എന്താ മനസ്സിലായി, തലമുറകൾ കഴിയുന്തോറും വീണ്ടും തലമുറകൾ എത്ര കഴിഞ്ഞാലും എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. അതിനുശേഷം എവല്യൂഷണറി കോൺസിക്വൻസസ് എന്താ മനസ്സിലായി, കോൺസ്റ്റന്റ് എന്താണ് നമുക്ക് പണ്ട് മുതലേ അറിയാം. പക്ഷെ നമുക്കറിയാത്ത രണ്ട് ടേം ഉണ്ട്. എന്താണ് അല്ലീലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്താണ് ജീനോടൈപ്പിക് ഫ്രീക്വൻസി? മക്കളെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ് അല്ലീലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്താണ് ജീനോടൈപ്പിക് ഫ്രീക്വൻസി എന്നാണ്.
മക്കളെ അല്ലീലിക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് എ പെർട്ടിക്കുലർ അല്ലീൽ വിത്ത് റെസ്പെക്ട് ടു ദി ടോട്ടൽ അല്ലീൽ എന്നാ പറയാ. ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന മുഴുവൻ അല്ലീലുകളിൽ നിന്നും ഒരു പെർട്ടിക്കുലർ അല്ലീലിന്റെ ഇന്റൻസിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് പറയുക, അതിന്റെ തീവ്രത, അതിന്റെ വിഹിതം അല്ലെങ്കിൽ അതിന്റെ അളവ് എന്നൊക്കെ നമ്മൾ പറയും. അത് എത്രമാത്രം ഉണ്ട് എന്ന് പറയുന്നതിനെ പറയുന്ന പേരാണ് അല്ലീലിക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. എന്താ അപ്പൊ ജീനോടൈപ്പിക് ഫ്രീക്വൻസി? ജീനോടൈപ്പിക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് എ പെർട്ടിക്കുലർ ജീനോടൈപ്പ് വിത്ത് റെസ്പെക്ട് ടു ദി ടോട്ടൽ ജീനോടൈപ്പ്. ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിലുള്ള ഒരു പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സുമായിട്ട് റിലേറ്റഡ് ചെയ്യുന്ന ഓവറോൾ ജീനോടൈപ്പുകളിൽ ഒരു പെർട്ടിക്കുലർ ജീനോടൈപ്പിന്റെ ഇന്റൻസിറ്റി എത്രമാത്രം ഉണ്ട് കംപ്ലീറ്റ് ജീനോടൈപ്പുകളിൽ അതിനപേക്ഷിച്ച് എന്ന് പറയുക. അതാണ് ജീനോടൈപ്പിക് ഫ്രീക്വൻസി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്താ നമുക്ക് നോക്കാം. അല്ലീലിക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബൈ ദി ഡെഫിനിഷൻ ഇന്റൻസിറ്റി ഓഫ് എ പെർട്ടിക്കുലർ അല്ലീൽ വിത്ത് റെസ്പെക്ട് ടു ദി ടോട്ടൽ അല്ലീൽ. എന്താ ഉദ്ദേശിച്ചത്? നമ്മൾ വിചാരിക്കുക ഇതൊരു പോപ്പുലേഷൻ ആണ്. ഈ ഒരു പോപ്പുലേഷനിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് അല്ലീൽസുകളാണ് ഉള്ളത്. നമുക്കറിയാം അല്ലീൽ എന്ന് പറയുന്നത് വേർഷൻ ഓഫ് എ ജീൻ അല്ലെങ്കിൽ വേറൊരു ജീനിന്റെ തന്നെ ഓൾട്ടർനേറ്റീവ് ഫോം ആണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസിന്റെ അകത്ത് കാണപ്പെടുന്ന നമ്മുടെ ക്യാരക്ടർ കൺട്രോളിങ് കെമിക്കൽ മോളിക്യൂൾസ് ആണ് അല്ലീൽസ് എന്ന് പറഞ്ഞാൽ. ആ അല്ലീൽസുകളെ നമ്മൾക്കറിയാം ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ബൈ യൂസിങ് മെനി ആൽഫബറ്റ്സ്. അതുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് അല്ലീലുകളാണ്, ഒന്ന് ക്യാപിറ്റൽ ജി, മറ്റൊന്ന് സ്മോൾ ജി എന്ന് പറയും. ഈ ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുക അതൊരു ഡോമിനന്റ് അല്ലീലാണ് എന്നും സ്മോൾ ജി എന്ന് പറയുന്നത് റിസസീവ് അല്ലീലാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം അതിന്റെ പ്രോഡക്റ്റുകളാണ് അല്ലെങ്കിൽ അല്ലീലിന്റെ കോമ്പിനേഷൻ ആണ് ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് ഒരു ഓർഗാനിസത്തിന്റെ അല്ലീലിക് പ്രോഡക്റ്റുകളാണ് യഥാർത്ഥത്തിൽ ജീനോടൈപ്പ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇന്റേണൽ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം. ഈ ജീനോടൈപ്പുകള് ആ അല്ലീലുകളുടെ കോമ്പിനേഷൻസ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന്റെ ജീനോടൈപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെയാണ്. ഒരു പോപ്പുലേഷനിൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന്റെ ജീനോടൈപ്പ് ഒരു പോപ്പുലേഷനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെയാണ്. അപ്പൊ ഈ കാണുന്നത് ഒരു പോപ്പുലേഷൻ ആണ് നിങ്ങൾ വിചാരിക്കുക. ഈ ഒരു പോപ്പുലേഷനിൽ ഏകദേശം 9 ആളുകളുണ്ട്. 9 മെമ്പേഴ്സ് ആണ്. ഇങ്ങനെ 9 ആളുകളുള്ള ഒരു പോപ്പുലേഷൻ ആണ് ഈ കാണുന്നത്. ഈ പോപ്പുലേഷനിൽ ഒരു പല ടൈപ്പ് ജീനോടൈപ്പുകളുണ്ട്. ക്യാപിറ്റൽ ജി ഉള്ള ജീനോ ആളുകളുണ്ട്, ക്യാപിറ്റൽ ജി സ്മോൾ ജി ഉള്ള ആളുകളുണ്ട്, സ്മോൾ ജി ജീനോടൈപ്പ് ഉള്ള ആളുകളുണ്ട്. അങ്ങനെ തന്നെ ഇരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ എന്താണ് അല്ലീലിക് എത്രമാത്രം ക്യാപിറ്റൽ ജി ഉണ്ട് നമുക്ക് എണ്ണി നോക്കാം. എത്ര ക്യാപിറ്റൽ ജി ഉണ്ട് ഈ ഒരു പോപ്പുലേഷനിൽ? എത്ര ക്യാപിറ്റൽ ജി ഉണ്ട് എണ്ണി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 8ഓളം ക്യാപിറ്റൽ ജി ഉണ്ട്. അതേപോലെ തന്നെ സ്മോൾ ജി എന്ന് പറയുന്നത് ഏകദേശം 10ഓളം സ്മോൾ ജി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എണ്ണി നോക്കി കഴിഞ്ഞാൽ ആർക്കായാലും മനസ്സിലാക്കാൻ പറ്റും 8 ക്യാപിറ്റൽ ജിയും അതേപോലെ 10ഓളം സ്മോൾ ജി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ജീനോടൈപ്പുകളിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുക മക്കളെ. ക്യാപിറ്റൽ ജിയുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 1, 2 അതേപോലെ 3 3 ആളുകളാണുള്ളത്. ക്യാപിറ്റൽ ജി സ്മോൾ ജി എന്ന് പറയുന്ന 2 പേരേ ഉള്ളൂ. 1, 2 ഈ 2 ആളുകളേ ഉള്ളൂ. എന്നാൽ സ്മോൾ ജി എന്ന് പറയുന്നത് 4 പേരുണ്ട് ഈ ഒരു പോപ്പുലേഷനിൽ. അപ്പൊ ഇതാണ് അല്ലീൽസിന്റെയും ജീനോടൈപ്പിന്റെ എണ്ണം. പക്ഷെ നമ്മുടെ ചോദ്യം മക്കളെ എന്താണ് അല്ലീലിക് ഫ്രീക്വൻസി എന്നാണ്. മക്കളെ നോക്കൂ, ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ജി നമ്മൾ എങ്ങനെ പറയാ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് സ്മോൾ ജി നമ്മൾ എങ്ങനെ പറയാന്ന് അറിയോ? ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ജി നമ്മൾ എങ്ങനെ പറയാ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് സ്മോൾ ജി നമ്മൾ എങ്ങനെ പറയാ? ഒരു പെർട്ടിക്കുലർ അല്ലീലിന്റെ അളവിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദി ടോട്ടൽ അല്ലീൽസ്. അപ്പൊ എന്താ നമ്മൾ പറയാ? എങ്ങനെയാ ക്യാപിറ്റൽ ജിയുടെ അളവും വിഹിതവും തോതും ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? എത്രമാത്രം ക്യാപിറ്റൽ ജി ഉണ്ട്? 8ഓളം ക്യാപിറ്റൽ ജി ഉണ്ട്. ടോട്ടൽ എത്ര അല്ലീലുകൾ ഉണ്ട്? 8 + 10 18 അല്ലീൽസ് ആർ ദർ. സോ 8/18 അതായത് 18ഓളം അല്ലീലുകളിൽ 8 അല്ലീൽ ക്യാപിറ്റൽ ജി ആണ്. ഇതാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എത്ര സ്മോൾ ജി ഉണ്ട് മക്കളെ? ഇന്റൻസിറ്റി ഓഫ് സ്മോൾ ജി എത്ര? 10/18 അതായത് ടോട്ടൽ 18 അല്ലീലുകളിൽ
10ഓളം അല്ലീലുകൾ സ്മോൾ ജി ആണ് എന്നാണ് അതിന്റെ അർത്ഥം. മക്കളെ നമുക്കറിയാം ഇപ്പൊ ഈ ഒരു ഇതെങ്ങനെയാണ് ഇങ്ങനെ എഴുതാൻ കാരണം, എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ജിയുടെയും സ്മോൾ ജിയുടെ ഒക്കെ വിഹിതം അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇങ്ങനെ എഴുതാൻ കാരണം? ഫോർ എക്സാമ്പിൾ മക്കളെ, നമ്മളെ വീട്ടിലോട്ട് ഒരു കേക്ക് കൊണ്ടുവന്നു വിചാരിക്കാം. നമ്മുടെ ഫാദർ ഒരു കേക്ക് കൊണ്ടുവന്നു. ആ കേക്ക് നമ്മളൊരു 12ഓളം അല്ലെങ്കിൽ 12 പീസസ് ആയിട്ട് മുറിച്ചു. അതില് 3 പീസ് നിങ്ങൾ എടുത്തു. നിങ്ങളുടെ വിഹിതം എങ്ങനെ നമ്മൾ പറയാ? 3/12. 12 പീസിൽ 3 പീസ് അത് നിങ്ങളുടെ വിഹിതമാണ്, നിങ്ങളുടെ അളവാണ്, നിങ്ങൾക്ക് ലഭിച്ച തോതാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ അല്ലീലിക് ഫ്രീക്വൻസിയും പറയുക. ടോട്ടൽ അല്ലീലിൽ അയാൾ എത്ര മാത്രമുണ്ട്, ടോട്ടൽ അല്ലീലിൽ അയാൾ എത്ര മാത്രമുണ്ട്. അപ്പൊ 8/80 എന്ന് പറഞ്ഞാൽ അത് അയാളുടെ വിഹിതമാണ്, അയാളുടെ തോതാണ്. അല്ലെങ്കിൽ 10/80 എന്ന് പറഞ്ഞാൽ അത് അയാളുടെ വിഹിതമാണ്, അയാളുടെ തോതാണ്. അതേപോലെ തന്നെയാണ് മക്കളെ ജീനോടൈപ്പിക് ഫ്രീക്വൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 3 തരത്തിലുള്ള ജീനോടൈപ്പുകൾ നമുക്ക് കാണാം. അവിടെ ഏതൊക്കെയാണ് നമ്മൾ ജീനോടൈപ്പുകളായിട്ട് പറയാൻ പറ്റുക? ഫ്രീക്വൻസി ഓഫ് ജീനോടൈപ്പ് ക്യാപിറ്റൽ ജി പറയാം. ഫ്രീക്വൻസി ഓഫ് ദി ജീനോടൈപ്പ് ക്യാപിറ്റൽ ജി സ്മോൾ ജി പറയാം. ഫ്രീക്വൻസി ഓഫ് ദി ജീനോടൈപ്പ് സ്മോൾ ജി എന്നുള്ളത് നമുക്ക് പറയാം. മക്കളെ ടോട്ടൽ എത്ര ജീനോടൈപ്പ് ഉണ്ട്? ആ പോപ്പുലേഷനിലുള്ള ആളുകളുടെ എണ്ണം എത്രയാ? 9 ആളുകൾ. ആ 9 എണ്ണത്തിൽ എത്ര ക്യാപിറ്റൽ ജി ഉണ്ട്? മേലോട്ട് നോക്കിയാൽ മതി, 3 ആളുകൾ. അപ്പൊ എത്ര? 3/9. 3/9 എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ 9 ജീനോടൈപ്പിൽ 3 ജീനോടൈപ്പ് ക്യാപിറ്റൽ ജി ആണ്. അതാണ് അതിന്റെ വാക്കാലുള്ള അർത്ഥം. മക്കളെ അതിന്റെ വാക്കാലുള്ള അർത്ഥം എന്താ? 9 ടോട്ടൽ ജീനോടൈപ്പുകളിൽ 3 ജീനോടൈപ്പുകളും ക്യാപിറ്റൽ ജി ആണ്. അതേപോലെ തന്നെ എന്താ ക്യാപിറ്റൽ ജി സ്മോൾ ജിയുടെ ഫ്രീക്വൻസി നമ്മൾ പറയുക? 2/9 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 9 ടോട്ടൽ ജീനോടൈപ്പുകളിൽ 2 എണ്ണവും ക്യാപിറ്റൽ ജി സ്മോൾ ജി ആണ്. അത് അയാളുടെ വിഹിതമാണ്, അയാളുടെ തോതാണ്, അയാളുടെ ഇന്റൻസിറ്റി ആണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ സ്മോൾ ജി അയാളുടെ ഫ്രീക്വൻസി എങ്ങനെ പറയും? ടോട്ടൽ. അതായത് ടോട്ടൽ എന്ന് പറയുന്നത് 9 ആളുകളുണ്ട്. ആ ടോട്ടൽ ഏകദേശം എത്ര ഉണ്ട് അയാള്? 4/9. അതായത് 9 ജീനോടൈപ്പുകളിൽ 4 എണ്ണവും സ്മോൾ ജി ആണ് എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇന്റൻസിറ്റി ഓഫ് അല്ലീലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്താണ് അല്ലീലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ജീനോടൈപ്പിക് ഫ്രീക്വൻസി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലീലിക് ഫ്രീക്വൻസി എന്ന ഒന്നുകൂടി പറയുകയാണ്, ഒരു പെർട്ടിക്കുലർ അല്ലീലിന്റെ വിഹിതം, അളവ് എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ പറയുക. ആ ജീനോടൈപ്പിക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജീനോടൈപ്പിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ അളവ് എത്രമാത്രം ഉണ്ട് എന്ന് പറയുക. അതാണ് യഥാർത്ഥത്തിൽ അല്ലീലിക് ഫ്രീക്വൻസി, ജീനോടൈപ്പിക് ഫ്രീക്വൻസി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എന്താ മക്കളെ ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾസിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചത്? ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിലുള്ള എത്ര തന്നെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ കഴിഞ്ഞാലും എവല്യൂഷണറി കോൺസിക്വൻസസ് ഒന്നും കാണുന്നില്ല എങ്കിൽ അല്ലീലിക് ഫ്രീക്വൻസിയുടെ ആകത്തുക ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. മക്കളെ നമുക്ക് നോക്കാം, ഈ ഒരു പോപ്പുലേഷന്റെ ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം ഫോളോ ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷന്റെ എന്താ പറയാ അല്ലീലിക് ഫ്രീക്വൻസിയുടെ ആകത്തുക ഒരു കോൺസ്റ്റന്റ് ആണോ? നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് കാണപ്പെടുന്ന അല്ലീലിക് ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ജി. ഇത് അല്ലീലിക് ഫ്രീക്വൻസി ഓഫ് സ്മോൾ ജി. ഇത് രണ്ടും സം ചെയ്ത് നോക്കി. 8/18 പ്ലസ് 10/18 എത്ര മക്കളെ? 18 divided by 18 is equal to 1. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി അതൊരു കോൺസ്റ്റന്റ് ആണ്. 8 divided by 18 plus 10/18 അത് രണ്ടും കൂട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്? 18 divided by 18 is equal to 1. It's a constant. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, if a frequency of a particular allele is p, അതൊരു എന്താ പറയാ ഫ്രാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു വാല്യൂ ആയിരിക്കാം, ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കാം. ഇതേപോലെ 8/18 പോലെ എന്തോ ഒരു വാല്യൂ അത് നമ്മൾ വിചാരിക്കുക, സപ്പോസ് ഇറ്റ് ഈസ് പി എന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് സ്മോൾ ജി അല്ലെങ്കിൽ റെസസീവ് അല്ലീൽ എന്ന് പറയുന്നത് ക്യൂ ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ ബൈ ഡെഫിനിഷൻ അതിന്റെ സം ടോട്ടൽ നമ്മൾ എന്താ പറയാ നമ്മൾ മക്കളെ? അതിന്റെ സം ടോട്ടൽ ആയിട്ട് നമ്മൾ എന്താ പറയാ മക്കളെ? അതിന്റെ സം ടോട്ടൽ എന്താ പറയാ? P plus Q is equal to 1. P plus Q is equal to 1. അപ്പൊ ഇതെന്താ? ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾ in terms of allelic frequency. P plus Q is equal to 1 is the ഹാർഡി വീൻബർഗ് principle in terms of
അല്ലീലിക് ഫ്രീക്വൻസി. മക്കളെ അപ്പൊ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ നമ്മൾ എന്താ പറയാ, എല്ലാ ജീനോടൈപ്പിക് ഫ്രീക്വൻസിയുടെ സം എടുത്ത് നോക്കുക. 3/9 പ്ലസ് 2/9 പ്ലസ് 4/9 എന്താ മക്കളെ കിട്ടുക? 9/9 ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് നോക്കാം. ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ജി രണ്ട് ജി ഉണ്ട്, നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം പി സ്ക്വയർ എന്ന് എഴുതിയിട്ട്. അതേപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് സ്മോൾ ജി എന്ന് നമുക്ക് ക്യൂ സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം മക്കളെ എന്താണ് ഹെട്രോസൈഗോട്ടിക് കണ്ടീഷന്റെ എന്താണ് ഫ്രീക്വൻസി നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? അത് 2pq ആണ്. നമുക്ക് ഇവിടുന്ന് p plus q the all square is equal to 1 square എന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് p square plus 2pq plus q square എന്നുള്ളത് ഹാർഡി-വീൻബെർഗ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ ആണ് ഇൻ ടേംസ് ഓഫ് ജീനോടൈപ്പിക് ഫ്രീക്വൻസി. നമുക്ക് ഓരോരോ ടേമുകൾ നോക്കാം. എന്താ മക്കളെ p എന്ന് പറഞ്ഞാൽ അല്ലീലിക് ഫ്രീക്വൻസി ഓഫ് ദി ഡോമിനന്റ് അല്ലീൽ. എന്താ മക്കളെ q എന്ന് പറഞ്ഞാൽ അല്ലീലിക് ഫ്രീക്വൻസി ഓഫ് റിസസീവ് അല്ലീൽ. മക്കളെ എന്താ p സ്ക്വയർ എന്ന് പറഞ്ഞാൽ അല്ലീലിക് ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗോട്ടിക് ഡോമിനന്റ്. അങ്ങനെ പറയാം നമുക്ക്, അല്ലീലിക് ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗോട്ടിക് ഡോമിനന്റ്. മക്കളെ അപ്പൊ എന്താ q സ്ക്വയർ? Allelic frequency of homozygotic recessive, because we know that small g is a recessive allele. അതിനാണ് 2pq എന്താ പറയാ? genotypic frequency of heterozygotic dominant. Genotypic frequency of heterozygotic dominant. അപ്പൊ p square plus 2pq plus q square is equal to 1 എന്നുള്ളത് ഹാർഡി-വീൻബെർഗ് ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഹാർഡി-വീൻബെർഗ് പ്രിൻസിപ്പിൾ ആണ് in terms of genotypic frequency, and p plus q is equal to 1 എന്നുള്ളത് അല്ലീലിക് ഫ്രീക്വൻസിയുടെ ടേംസിലാണ്. അപ്പൊ മക്കളെ നമ്മളിപ്പോ എന്താണ് അല്ലീലിക് ഫ്രീക്വൻസി എന്നും എന്താണ് ജീനോടൈപ്പിക് ഫ്രീക്വൻസി എന്നും അതിന്റെ സം എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഒരു കോൺസ്റ്റന്റ് ആകുന്നതും എന്ന് നമ്മൾ കണ്ടു. ഇനി ഈ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ p plus q is equal to 1 എന്നും p square plus 2pq is equal to 1 എന്നും എപ്പോഴൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞു എവല്യൂഷണറി ആയിട്ടുള്ള ഒരു കോൺസിക്വൻസസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോ എവല്യൂഷൻ ഉണ്ടാക്കുന്ന ഏത് ഫാക്ടറും ഹാർഡി-വീൻബെർഗ് പ്രിൻസിപ്പിളിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യും. അപ്പൊ മക്കളെ നമ്മൾ എന്താണ് അല്ലീലിക് ഫ്രീക്വൻസി എന്നും അല്ലെങ്കിൽ എന്താണ് ജീനോടൈപ്പിക് ഫ്രീക്വൻസി എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് അതിന്റെ സം അല്ലെങ്കിൽ അതിന്റെ ടോട്ടല് ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഇക്വേഷൻ ആണ് p plus q is equal to 1 in terms of allelic frequency and p square plus 2pq plus q square is equal to 1 എന്ന് പറയുന്നത് ജീനോടൈപ്പിക് ഫ്രീക്വൻസിയുടെ ടേംസിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ നോക്കിയിട്ട്. മക്കളെ എപ്പോഴൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ വാലിഡ് ആവുന്നത്? നമുക്കറിയാം എവല്യൂഷണറി ആയിട്ടുള്ള ഒരു കോൺസിക്വൻസസും നടക്കാൻ പാടില്ല. അഥവാ എവല്യൂഷനിലോട്ട് നയിക്കുന്ന മാറ്റങ്ങളിലോട്ട് നയിക്കുന്ന അല്ലീലുകളിൽ മാറ്റം ഉണ്ടാക്കുന്ന എവല്യൂഷൻ സൃഷ്ടിക്കുന്ന ഏതൊരു കാര്യവും ഹാർഡി-വീൻബെർഗ് ഇക്വിലിബ്രിയത്തെ അഫക്ട് ചെയ്യുന്നു മാത്രമല്ല നമ്മുടെ ഇക്വേഷൻസും ഫോളോ ചെയ്യില്ല. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, ഹാർഡി-വീൻബെർഗ് ഇക്വിലിബ്രിയത്തെ അഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സുകൾ ഏതൊക്കെ? അതാണ് നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കാണുന്നുണ്ട് എന്തൊക്കെയാണ്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ഡാർവിൻ മാം പറഞ്ഞ നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവരുത്. നമുക്കറിയാം അക്കോർഡിംഗ് ടു ഡാർവിൻ ദി മെക്കാനിസം ഓഫ് എവല്യൂഷൻ ഈസ് നാച്ചുറൽ സെലക്ഷൻ എന്നാണ്. മെക്കാനിസം ഓഫ് എവല്യൂഷന്റെ വഴി എന്ന് പറയുന്നത് പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പ് വഴിയാണ്. അപ്പൊ അതുകൊണ്ട് നാച്ചുറൽ സെലക്ഷൻ നടക്കാൻ പാടില്ല. അത് നടന്നു കഴിഞ്ഞാൽ ഹാർഡി-വീൻബെർഗ് പ്രിൻസിപ്പിളിനെ അഫക്ട് ചെയ്യും. രണ്ടാമത്തെ കാര്യം മ്യൂട്ടേഷൻ. നമ്മുടെ ഹ്യൂഗോ ഡിവ്രിസ് പറഞ്ഞ മ്യൂട്ടേഷൻ, പെട്ടെന്നുള്ള വലിയ മാറ്റങ്ങൾ, സഡൻ ലാർജ് വേരിയേഷൻ. അത്തരം മാറ്റങ്ങൾ നമുക്കറിയാം ഈവനിങ് പ്രൈം റോസിൽ നടക്കുന്ന അത്തരത്തിലുള്ള വളരെ അധികം പെട്ടെന്നുള്ള വലിയ മാറ്റങ്ങളും ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്, അഥവാ എവല്യൂഷൻ നടക്കാൻ സാധ്യതയുണ്ട്. മക്കളെ മൂന്നാമത്തത് റീകോമ്പിനേഷൻ എന്നാണ്, അഥവാ ക്രോസിംഗ് ഓവർ. നമ്മൾ സെൽ സൈക്കിളൊക്കെ പഠിച്ചിട്ടുണ്ട്. എക്സ്ചേഞ്ച് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയും. ജെനറ്റിക് മെറ്റീരിയലിന്റെ എക്സ്ചേഞ്ച് നടക്കുക. അപ്പോൾ പാരന്റൽ ക്യാരക്ടേഴ്സ് അല്ലാത്ത ക്യാരക്ടേഴ്സ് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ പാരന്റൽ അല്ലീൽസ് അല്ലാത്ത അല്ലീലുകൾ ക്യാരി ചെയ്യുന്ന ഓസ്പ്രിങ്സുകൾ ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതും പാടില്ല. ഈ ഒരു മൂന്ന് കാര്യം, നാച്ചുറൽ സെലക്ഷൻ, മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ, ഇതൊന്നും നടക്കാൻ പാടില്ല. മക്കളെ നാലാമത്തെ പോയിന്റ് ജീൻ മൈഗ്രേഷൻ
മൈഗ്രേഷൻ എന്നാണ്. എന്താ ജീൻ മൈഗ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ജീൻ എവിടുന്നെങ്കിലും ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് വരിക എന്നതാണ്. എന്താ ജീൻ മൈഗ്രേഷൻ? ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ മക്കളെ ഈ ഒരു പോപ്പുലേഷനിലോട്ട് അങ്ങ് എവിടുന്നോ വന്നു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ മറ്റൊരു പോപ്പുലേഷൻ ഉണ്ട് മക്കളെ, ഇവിടെ മറ്റൊരു പോപ്പുലേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ വേറൊരു പോപ്പുലേഷൻ ഉണ്ട്. ഈ പോപ്പുലേഷന് ഈ ഒരു പോപ്പുലേഷനിലോട്ട് കുറച്ച് ആളുകൾ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ കുറെ ജീൻസുകൾ അല്ലെങ്കിൽ അല്ലീൽസുകൾ ആഡ് ചെയ്യപ്പെടുന്നു. ഈ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ കുറെ ജീനുകൾ പോകുന്നു. അപ്പോൾ ഇവിടെ കുറെ അല്ലീൽസുകൾ ജീൻസുകൾ ആഡ് ചെയ്യപ്പെടുന്നു. അപ്പൊ അല്ലീൽ ഫ്രീക്വൻസിക്ക് അത് ചേഞ്ച് വരുത്തുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്യാൻ പാടില്ല. അതേപോലെ മക്കളെ ഇവിടുന്ന് കുറച്ച് ആളുകള് വേറെ ഏതെങ്കിലും ഒക്കെ ഒരു പോപ്പുലേഷനിലോട്ടോ വേറെ എവിടേക്കെങ്കിലും ഒക്കെ പുറത്തു പോവാ. അപ്പോഴും ഈ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷന്റെ ജീനിന്റെ ഫ്രീക്വൻസിക്ക് അല്ലെങ്കിൽ അല്ലീലിന്റെ ഫ്രീക്വൻസിക്ക് കുറവ് സംഭവിക്കും. അപ്പൊ എമിഗ്രേഷനും നടക്കരുത്. ഇമിഗ്രേഷനും എമിഗ്രേഷനും നടക്കാൻ പാടില്ല. അത്തരം കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേം ആണ് ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ അല്ലീലുകളുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ ജീനുകളുടെ കടന്നുകയറ്റം എന്നൊക്കെ നമ്മൾ പറയും. ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഈ ഒരു ഇമിഗ്രേഷൻ അല്ലെങ്കിൽ എമിഗ്രേഷൻ മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് തവണ നടക്കുന്നുണ്ട് എങ്കിൽ അത്തരം ജീൻ മൈഗ്രേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ടേം ആണ് ജീൻ ഫ്ലോ എന്ന് പറയും. മൾട്ടിപ്പിൾ ടൈംസ് ഓഫ് ജീൻ മൈഗ്രേഷൻ ഈസ് കോൾഡ് ജീൻ ഫ്ലോ. അപ്പോൾ ജീൻ മൈഗ്രേഷൻ അഥവാ അത് മൾട്ടിപ്പിൾ ടൈംസ് നടന്നാൽ ജീൻ ഫ്ലോ അതും നടക്കാൻ പാടില്ല. ഇമിഗ്രേഷനും എമിഗ്രേഷനും നടക്കാൻ പാടില്ല. അതൊക്കെ ജീൻസുകളെ അല്ലെങ്കിൽ അല്ലീൽസുകള് ആ ഒരു പോപ്പുലേഷന് വേരിയേഷൻ ഫ്രീക്വൻസിക്ക് മാറ്റങ്ങൾ വരാൻ കാരണമായി തീരും. മറ്റൊരു കാരണമാണ് മക്കളെ ജെനറ്റിക് ഡ്രിഫ്റ്റ്. എന്താണ് ജെനറ്റിക് ഡ്രിഫ്റ്റ്? നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകൾക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയുന്നൊന്നുമില്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ മക്കളെ ജെനറ്റിക് ഡ്രിഫ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചേഞ്ച് ഇൻ അല്ലീൽ ഫ്രീക്വൻസി. ഒരു പെർട്ടിക്കുലർ അല്ലീലിന്റെ ഫ്രീക്വൻസിക്ക് വരുന്ന മാറ്റമാണ്. ഒന്നെങ്കിൽ അല്ലീൽ ഫ്രീക്വൻസി കൂടാം അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ അല്ലീൽ ഫ്രീക്വൻസി കുറയാം. അത് എന്തുമാവാം, ചേഞ്ച് എന്തുമാവാം. ഒരു പെർട്ടിക്കുലർ അല്ലീൽ ഫ്രീക്വൻസിക്ക് മാറ്റം വന്നു. എങ്ങനെ? ഡ്യൂ ടു ചാൻസ്. ഇറ്റ്സ് എ ചാൻസ് ഇവന്റ്. അതൊരു ലോട്ടറി ഇവന്റ് ആണ്. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന പോലെയാണ്. അത് ആ ഒരു ഇവന്റ് ഒരു പെർട്ടിക്കുലർ ചാൻസിൽ സംഭവിച്ചതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഡിസാസ്റ്റർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഈ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ അനുഭവപ്പെട്ടു. എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റർ വന്നു, എർത്ത് വന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്ലഡ് വന്നു. കുറെ ആളുകൾ ഇതിന് അങ്ങോട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി. അപ്പൊ അതൊക്കെ അത്തരത്തിലുള്ള കാര്യമൊക്കെ ആർക്കാ സംഭവിക്കുക അല്ലെങ്കിൽ ആർക്കാണ് അത് ഫേസ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. ചാൻസ് ഇവന്റ് ആരും സംഭവിക്കാം. ചിലപ്പോൾ സ്മോൾ ജി ഉള്ള ആളുകളായിരിക്കും ചിലപ്പോൾ കുറയുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ജി ഉള്ള ആളുകളായിരിക്കും കുറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഡിസാസ്റ്റർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നിലക്ക് ഒരു ബൈ ചാൻസിൽ സംഭവിക്കുന്ന കഥകൾ. ഫോർ എക്സാമ്പിൾ, മറ്റൊരു കാര്യമാണ് ചിലപ്പോ കുറച്ച് ആളുകൾ ഇവിടുന്ന് നല്ലൊരു ബൾക്ക് ആളുകൾ വേറെ സ്ഥലത്തോട്ട് കോളനൈസേഷൻ നടത്തുക. മക്കളെ വേറെ സ്ഥലത്തോട്ട് പോവുക, വേറെ സ്ഥലത്തോട്ട് കുറെ ആളുകൾ പോയി. ഫോർ എക്സാമ്പിൾ, സ്മോൾ ജി അല്ലെങ്കിൽ റിസസീവ് അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്ന ജീനോടൈപ്പ് ഉള്ള ആളുകളൊക്കെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വേറെ സ്ഥലത്തോട്ട് കോളനൈസേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനുള്ള സ്മോൾ ജിയുടെ അല്ലീലിന്റെ ഫ്രീക്വൻസിക്ക് മാറ്റം വരും. ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം തെറ്റും, അഥവാ കോളനൈസേഷൻ പാടില്ല. ചിലപ്പോ അങ്ങനെ സംഭവിക്കും. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പ്രദേശത്തോട്ട് ഒരു കൂട്ടം ആളുകൾ ഇവിടേക്ക് അങ്ങ് പോയി. അവിടെ അവരെത്തിയിട്ട് അവരൊരു വലിയ പോപ്പുലേഷൻ ഉണ്ടാക്കിയാൽ ആ ഒരു എഫക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് പറയും. ആരൊക്കെയാണോ കോളനൈസേഷന് കാരണമായ ആ തുടക്കക്കാര് അവരെ നമ്മൾ പറയാ ഫൗണ്ടേഴ്സ് എന്നാണ്. അതുകൊണ്ട് അതിന് ആ ഒരു പെർട്ടിക്കുലർ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേര് ഫൗണ്ടർ ഇഫക്റ്റ്. അതൊക്കെ ബൈ ചാൻസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ബൈ ചാൻസിൽ അഥവാ ജെനറ്റിക് ഡ്രിഫ്റ്റ് രണ്ട് രീതിയിലാണ് പൊതുവെ നടക്കുക. ഒന്നെങ്കിൽ നമ്മൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കോളനൈസേഷന് കാരണമാവുക, അല്ലെങ്കിൽ ഡിസാസ്റ്റർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരിക. കോളനൈസേഷന് കാരണമാകുന്ന അത്തരം ടൈപ്പ് ജെനറ്റിക് ഡ്രിഫ്റ്റിനെ നമ്മൾ പറയാം ഫൗണ്ടർ ഇഫക്റ്റ് എന്നാണ് പറയുക. അതേപോലെ തന്നെ ഡിസാസ്റ്റർ ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് ജെനറ്റിക് ഡ്രിഫ്റ്റ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയും ബോട്ടിൽ നെക്ക് ഇഫക്റ്റ് എന്നാണ് പറയുക. അപ്പൊ രണ്ട് തരത്തിലുള്ള ജെനറ്റിക് ഡ്രിഫ്റ്റുകൾ നടക്കാം.
ഒന്നെങ്കിൽ അത് ഫൗണ്ടർ ഇഫക്റ്റ് ആവാം ഡ്യൂ ടു കോളനൈസേഷൻ, അല്ലെങ്കിൽ ഡിസാസ്റ്റർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരിക, എർത്ത് വരിക, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരിക. അത്തരത്തിലുള്ളതിനെ നമ്മൾ പറയാ ബോട്ടിൽ നെക്ക് ഇഫക്റ്റ് എന്നാണ് പറയുക. അപ്പൊ ഇത്തരത്തിൽ രണ്ട് രീതിയിൽ ജെനറ്റിക് ലെവലിൽ ഡ്രിഫ്റ്റുകൾ സംഭവിക്കാം, ബൈ ചാൻസിൽ കാര്യങ്ങൾ സംഭവിക്കാം. അത് ഒന്നെങ്കിൽ ഒരു അല്ലീലിന്റെ പെർസെന്റേജ് കൂട്ടും, ഫിക്സേഷൻ നടത്തും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അല്ലീലിനെ കുറയ്ക്കും, നന്നായിട്ടാണ് അതിനെ ഇല്ലാതെയാക്കും, ഫ്രീക്വൻസി ഇല്ലാതെയാക്കും. ആ ചേഞ്ചസ് ഒക്കെ തന്നെ മക്കളെ അഫക്ട് ചെയ്യുക ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയത്തെയാണ്. P+Q=1 എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷനും P² + 2PQ + Q² എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷൻസിനുമാണ് അതൊക്കെ പ്രശ്നം വരുത്തി വെക്കുക. അപ്പൊ ഈ 5 ഫാക്ടേഴ്സ് ആണ് മക്കളെ ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയത്തെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിന്റെ ഡെഫിനിഷൻ, അതിലുള്ള പ്രധാനപ്പെട്ട ടേംസുകൾ എന്താണ്, അലിയലിക് ഫ്രീക്വൻസി എന്താണ്, ജീനോടൈപ്പിക് ഫ്രീക്വൻസി, എങ്ങനെയാണ് അതിന്റെ സമ്മ് എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം ഫോളോ ചെയ്യുമ്പോൾ എന്തൊക്കെ എവല്യൂഷണറി കോൺസിക്വൻസസ് പാടില്ല എന്ന് നമ്മൾ അറിയണം. അത് തന്നെയാണ് അതിന്റെ ഫാക്ടേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 5 ഫാക്ടേഴ്സുകൾ നടന്നു കഴിഞ്ഞാൽ അവിടെ എവല്യൂഷൻ നടക്കും. അതുകൊണ്ട് മാറ്റങ്ങൾ നടന്നാൽ ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം തെറ്റും. P+Q=1 എന്നും P² + 2PQ + Q² 1 എന്നുള്ള ടേംസുകളൊക്കെ തന്നെ തെറ്റും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം P+Q=1. P എന്ന് പറഞ്ഞാൽ അല്ലീൽ ഫ്രീക്വൻസി ഓഫ് എ പെർട്ടിക്കുലർ ഡോമിനന്റ് അല്ലീൽ, Q എന്ന് പറഞ്ഞാൽ അല്ലീൽ ഫ്രീക്വൻസി ഓഫ് എ റിസസീവ് അല്ലീൽ, P² എന്ന് പറയുന്നത് ജീനോടൈപ്പിക് ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗോട്ടിക് ഡോമിനന്റ് ആണ്. Q² എന്ന് പറയുന്നത് ജീനോടൈപ്പിക് ഫ്രീക്വൻസി ഓഫ് റിസസീവ് ആയിട്ട് കാണപ്പെടുന്ന ഹോമോസൈഗസ് ആയിട്ടുള്ള ജീനോടൈപ്പ് ആണ്. അതേപോലെ 2PQ എന്ന് പറയുന്ന ഹെറ്ററോസൈഗസ് ഡോമിനന്റിന്റെ ജീനോടൈപ്പിക് ഫ്രീക്വൻസിയാണ്. അപ്പോ എങ്ങനെയാണ് ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം എന്നും ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ അഫക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.